ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. നമ്മൾ ഈ 2025 നടക്കാനിരിക്കുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾ, മറ്റു പരീക്ഷകൾ, എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. 2024 എന്ന് പറയുന്ന ഒരു വർഷം PSC നടത്തിയ വിവിധ പരീക്ഷകളിൽ കറണ്ട് അഫയേഴ്സിൽ നിന്നും ഏതെല്ലാം ചോദ്യങ്ങളാണോ ചോദിച്ചിട്ടുള്ളത് അതിനെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വീഡിയോ ക്ലാസ്സാണിത്. ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഒരു ചാനലിൽ എക്സ്ക്ലൂസീവ് കറണ്ട് അഫെയർ എന്ന് പറഞ്ഞിട്ട് ഒരു 4 പാർട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമായി നിങ്ങൾ കാണണം. 2.5 മണിക്കൂർ മുതൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ്സുകളാണ് 4 പാർട്ടുകളായിട്ട് തന്നിട്ടുള്ളത്. അവിടെ ഈ വരാനിരിക്കുന്ന പരീക്ഷകളിൽ നിർബന്ധമായും കറണ്ട് അഫയേഴ്സിലെ ചോദ്യങ്ങൾ അവിടെ നിന്നുണ്ടാവും. അത്രയും ഉറപ്പിച്ച് പറയാൻ കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ മാത്രമാണ് ആ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അനാവശ്യമായ പോയിന്റുകളൊന്നും തന്നെ അതിനകത്ത് ഇല്ല എന്നതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഈ ചോദ്യം കഴിഞ്ഞ 2024 ഒരു പരീക്ഷയിൽ ചോദിച്ച കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? ശ്രീജേഷിൽ നിന്നും നമുക്കൊരു മെഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഇനം ഏതാണ്? ഉത്തരം പറയേണ്ടത്, ഇവിടെ ഏത് ഇനത്തിനാണ് കിട്ടിയതെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ഹോക്കിക്കാണ്. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനം ഏതാണ്? പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ നമ്പരും അതേപോലെ തന്നെ പരീക്ഷയും ഒക്കെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിന് ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തന്ന കായിക ഇനമാണ് ഹോക്കി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളെന്നാണ് അവിടെ കൊടുത്തിരുന്നത്. കാരണം വർഷം കൂടെ നോക്കണം, 2024 അപ്പോൾ അവിടെ പങ്കെടുത്ത 2023 ലോകകപ്പ് ക്രിക്കറ്റിൽ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, 10 എണ്ണമാണ് അവിടെ പങ്കെടുത്ത രാജ്യങ്ങളുടെ എണ്ണം. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് വരാം. 3, G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്തു നിന്നാണ്? G20 അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തത് താഴെ പറയുന്നവയിൽ ഏത് വൻകരയിലുള്ള രാജ്യത്ത് നിന്നാണ്? ആഫ്രിക്ക, ഏഷ്യ, യൂറോപ്പ്, തെക്കേ അമേരിക്ക? ഉത്തരം ഏഷ്യ. അപ്പോൾ ഏഷ്യയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇത് ഏറ്റെടുത്തത് എന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി എന്നത് ശരിയാണോ? ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറയപ്പെടുന്നു, ശരിയാണോ? ശരിയായത് ഏതെന്നാണ്? ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം പ്രധാനമായും ഗോതമ്പ്, അരി എന്നീ ഭക്ഷ്യധാന്യങ്ങൾക്ക് ഊന്നൽ നൽകി. ഇതിലേതാണ് ശരി? ഇതിലെല്ലാം ശരിയാണ്. ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പര്യാപ്തത നേടി എന്നതും ഹരിത വിപ്ലവ കാലത്ത് ഗോതമ്പ്, അരി എന്നിവയിലാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകി എന്നതും ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് സ്വാമിനാഥനെ അറിയപ്പെടുന്നു എന്നതുമൊക്കെ ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു എന്നതെല്ലാം ശരിയായ പ്രസ്താവനകൾ തന്നെയാണ്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന്, അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമ്മളിപ്പോൾ 2025 നിൽക്കുന്നത്. 2024 നടന്ന ഒളിമ്പിക്സിന് വേദിയായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം അത് പാരീസാണ്, ഫ്രാൻസിലാണ്. അടുത്തത്, കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ്? വിഴിഞ്ഞം തുറമുഖം നമുക്ക് എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം ജില്ലാ ആസ്ഥാനമായാണ്. ഈ വിഴിഞ്ഞം ഏത് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. ഉത്തരം നെയ്യാറ്റിൻകര താലൂക്കാണ്. നെയ്യാറ്റിൻകര താലൂക്കിലാണ് വിഴിഞ്ഞം. 2022 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ആരാണ്? 2022 ഏറ്റവും മികച്ച പ്ലേബാക്ക് സിംഗർ എന്ന് പറയുന്ന ഒരു അവാർഡ് കിട്ടിയത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ പാട്ടൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിലുണ്ട്. അതാണ് നാഞ്ചിയമ്മ. ഉത്തരം നാഞ്ചിയമ്മ എന്നല്ല, നഞ്ചിയമ്മ. അടുത്തത് ചോദ്യം, 2023 ഇന്ത്യ അധ്യക്ഷ സ്ഥാനം വഹിച്ച G20 2024 അധ്യക്ഷത വഹിക്കാൻ പോകുന്ന രാജ്യം ഏതാണ്? 2023 ഇന്ത്യയാണ് അധ്യക്ഷ സ്ഥാനം വഹിച്ചത്. 2024 ആരായിരിക്കും? ഉത്തരം ബ്രസീലാണ്. 2024 ബ്രസീലാണ് അതിന് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ഓപ്ഷനുകളെല്ലാം നമ്മൾ കണ്ടു. ഓപ്ഷനുകൾ ഞാൻ വായിക്കുന്നില്ല, ചിലതൊക്കെ വായിക്കാം. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പോൾ ഇവിടെ നമുക്ക് 4 പേരുകളുണ്ട്. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ശ്രീ U ഷറഫലിയാണ്, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ചന്ദ്രയാൻ 3 ലാൻഡറിൻ്റെ പേലോഡുകൾ ഉൾപ്പെടാത്തത് ഏതാണ്? ചന്ദ്രയാൻ 3 ലാൻഡറിലെ പേലോഡുകളിൽ
പേലോഡുകൾ എന്ന് പറഞ്ഞാൽ എന്താ അറിയാമല്ലോ. അതിനകത്ത് ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം ഷെയ്പ്പ്. ഉൾപ്പെടാത്തത്, ബാക്കിയെല്ലാം ഉൾപ്പെടുന്നതാണ്. ഇത് ഷെയ്പ്പ് ഉൾപ്പെട്ടിട്ടില്ല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2021 ചോദ്യം. 2021 ലഭിച്ചത് പി വത്സലയ്ക്കാണ് 2021 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത്. എന്നാൽ 2024 കിട്ടിയത് ആർക്കെന്ന് ചോദിച്ചാൽ NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് NS മാധവനാണ്. 2021 പി വത്സലയ്ക്കാണ് കിട്ടിയത്. ഓക്കെ. മാനസിക ആരോഗ്യം, മാനസിക രോഗവിമുക്തരായവരുടെ പുനരധിവാസത്തിനുള്ള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? കുരുവിക്കൊരു കൂട്, സ്നേഹക്കൂട്, ആലില, എൻ്റെ കൂട്. ഏതാണ് ഉത്തരം? സ്നേഹക്കൂട് എന്നതാണ് കൃത്യമായ ഉത്തരം. മാനസിക ആരോഗ്യ വെല്ലുവിളി നേരിട്ടവർ, അവരുടെ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ മുക്തരായിട്ട് അവരെ പുനരധിവസിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുടെ പേര് ആണ് സ്നേഹക്കൂട്. കൊറോണ വൈറസ് വകഭേദമായ ഒമിക്രോൺ, എന്താ പേര്? ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത രാജ്യം ഏതാണ്? ആദ്യമായി ഈ ഒരു രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയിലാണ് കൊറോണ വൈറസിൻ്റെ ഒരു വകഭേദമായ ഒമിക്രോൺ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന രാജ്യം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നതാണ് ചോദ്യം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു കൃതി സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തതാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചത്. അത് ഉൾപ്പെടാത്തതാണ് നിഴലുറങ്ങുന്ന വഴികൾ. നിഴലുറങ്ങുന്ന വഴികൾ എന്നത് സേതുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തതാണ്. പേടി സ്വപ്നങ്ങൾ, കൈമുദ്രകൾ, അടയാളങ്ങൾ, ഇതെല്ലാം തന്നെ സേതുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. സേതുവിൻ്റെ കൃതികൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ അന്തരിച്ചതെന്നാണ് 2024 പരീക്ഷയിൽ ചോദിച്ച ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കും. കാരണം ഇന്ത്യയുടെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. അദ്ദേഹം ഇന്ത്യക്ക് അത്രയും പ്രിയപ്പെട്ടവനും ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നവനുമാണ്. ഹരിത വിപ്ലവത്തിലൂടെ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യമാണ് ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. ബോർലോഗ് എന്ന് പറയുന്ന ഒരു പേര് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഹരിത വിപ്ലവം മെക്സിക്കോയിൽ നിന്നാണ് ഇന്ത്യ കടമെടുക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗോതമ്പ് അരിയിലാണ് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഹരിയാന അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്ത ഒരു സംസ്ഥാനമാണ്. എങ്ങനെ MS സ്വാമിനാഥനെ കുറിച്ച് വ്യക്തമായി പഠിക്കണം? MS സ്വാമിനാഥൻ അന്തരിച്ചത് എന്നതിന് ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിക്കാം. ഈ ചോദ്യം ഉത്തരം നമ്മൾ പഠിക്കണം. 2023 സെപ്റ്റംബർ 28 ഹരിത വിപ്ലവത്തെ ഇന്ത്യക്ക് പഠിപ്പിച്ചു കൊടുത്ത MS സ്വാമിനാഥൻ മരണപ്പെടുന്നത്. നിലവിലെ ISROയുടെ ചെയർമാൻ ആരാണ്? ISRO എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ISROയുടെ ചെയർമാൻ ആര്? ഇപ്പോൾ നിലവിലെ ISROയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വി നാരായണനാണ്. ഇതിനു മുമ്പ് ആരാണ്? അതിനു മുമ്പ് ആരാണ്? ഇതൊക്കെ നമ്മളൊന്ന് പഠിച്ചിട്ട് പോകുന്നത് നന്നായിരിക്കും. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി, അപ്പോൾ നമ്മുടെ രീതികൾ കൊണ്ട്, നമ്മുടെ ഡെയിലി ലൈഫിലെ കുഴപ്പങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി, ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം പറയണം. ഇതിൻ്റെ രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേരാണ് അമൃതം ആരോഗ്യം. കേരളത്തിൽ അവിവാഹിതരായ കല്യാണം കഴിക്കാതെ തന്നെ മാതാവാകേണ്ടി വന്നവർ, അവരെ സഹായിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയുടെ പേരെന്താണ്? കേരളത്തിലെ അവിവാഹിതരായ മാതാക്കളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതികൾ എന്തെല്ലാം പദ്ധതികളാണല്ലേ കേരള സർക്കാർ നടത്തുന്നത്? ഉത്തരം എന്ന് പറഞ്ഞാൽ സ്നേഹസ്പർശം. എന്താണ്? സ്നേഹസ്പർശം. അടുത്തത്, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക. ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ ഏതോ ഒരു വർഷത്തെ എൻവയോൺമെൻ്റൽ ഡേയുടെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത്? ഏത് വർഷത്തെ? 2023 പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നത്. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ഉത്തരം ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. അപ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ISROയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ S ഉണ്ണികൃഷ്ണൻ നായരാണ്. 2023 എക്കണോമിക്സിന്, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? 2023 നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയുടെ പേര് ആർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്ലോഡിയ ഗോൾഡിനാണ് 2023 എക്കണോമിക്സിന് നൊബേൽ സമ്മാനം ലഭിച്ചത്. നൊബേൽ സമ്മാനത്തിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1901 നൊബേൽ സമ്മാനം കൊടുത്തു തുടങ്ങുന്നത്.
ഈ സ്വീഡൻ എന്ന് പറയുന്ന രാജ്യമാണ് നൊബേൽ സമ്മാനം നൽകുന്നത്. 5 വിഷയങ്ങൾക്കാണ് ആദ്യമായി നൊബേൽ സമ്മാനം നൽകി തുടങ്ങിയത്. 1968 നൊബേൽ സമ്മാന കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുന്നു, ഒരു വിഷയത്തിനും കൂടി നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതുണ്ട് എന്ന്. അങ്ങനെ എക്കണോമിക്സിനെ തിരഞ്ഞെടുക്കുന്നു നൊബേൽ സമ്മാനം കൊടുക്കാൻ വേണ്ടി. 1969 ആദ്യമായി നൊബേൽ സമ്മാനം എക്കണോമിക്സിന് നൽകുന്നത്. ഇപ്പോൾ 6 വിഷയങ്ങൾക്കാണ് നിലവിൽ നൊബേൽ സമ്മാനം നൽകുന്നത്. 2023 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള എക്കണോമിക്സിനുള്ള നൊബേൽ സമ്മാനം നേടിയ വ്യക്തി ക്ലോഡിയ ഗോൾഡിൻ എന്നാണ്. 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്നതാണ് ചോദ്യം. 50ാമത്തേതാണ്. 50 എന്ന് പറയുന്ന നമ്പറിനൊരു പ്രത്യേകതയുണ്ട്, 100 എന്ന നമ്പറിനൊരു പ്രത്യേകതയുണ്ട്, 1000 എന്ന് പറയുന്ന നമ്പറിനൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ 50ാമത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയണം, അത് ചന്ദ്രചൂഡാണ്, വൈ ചന്ദ്രചൂഡാണ്. അപ്പോൾ ധനഞ്ജയ വൈ ചന്ദ്രചൂഡാണ് 50ാമത്തേത് എന്ന് ഉത്തരം പറയാം. എന്നാൽ 52ാമത്തേതാണ് ഇപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ പേരാണ് BR ഗവായി എന്നാണ്. അപ്പോൾ BR ഗവായി ആണ് ഇപ്പോഴത്തെ ഈ 52ാമത്തേതാണ് ഇപ്പോഴത്തെ 52ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരെന്ന് ചോദിച്ചാൽ BR ഗവായി എന്ന് നമ്മൾ ഉത്തരം പറയണം. 50ാമത്തേത് ചന്ദ്രചൂഡായിരുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കേരള സ്പീക്കർ AN ഷംസീർ ആണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്. എന്നാൽ കേരള ഗവർണർ എന്ന് പറയുന്നത് എന്താ പറയുക, രാജേന്ദ്ര അർലേക്കർ ആണ്. ഇതിലേതാണ് തെറ്റ്? 2ാമത്തെ തെറ്റാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഉത്തരം പറയണം നിതിൻ മധുകർ ജാംദർ ആണ്. നിതിൻ മധുകർ ജാംദർ ആണ്. അപ്പോൾ 2ാമത്തത് ഇവിടെ കൊടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയുടേതായിരുന്നു, 50ാമത്തേതായിരുന്നു. അപ്പോൾ അത് തെറ്റായ പ്രസ്താവനയാണ്. കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏതാണ്? കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്കാണ്. എന്നാൽ 2022 ഓടക്കുഴൽ അവാർഡ് അംബിക സുധൻ മങ്ങാടിന് ലഭിച്ചു. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 2ാമത്തതാണ്. അതായത് 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ്. ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് അന്ന് വയലാർ അവാർഡ് 2023 ലഭിച്ചത്. 2ാമത്തെ പ്രസ്താവന തെറ്റാണ്. വയലാർ അവാർഡ് ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക് അല്ല കിട്ടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് 2023 കിട്ടിയത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല തൃശ്ശൂരാണ്. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ഏതാണ്? ചെറുതന ആലപ്പുഴ, പുതുശ്ശേരി പാലക്കാട്, അളഗപ്പനഗർ തൃശ്ശൂർ, പെരുമ്പടപ്പ് മലപ്പുറം. ഏതാണ് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം? ഉത്തരം ചെറുതന ആലപ്പുഴ. ചെറുതന ആലപ്പുഴയ്ക്കാണ് ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1ാം സ്ഥാനം കിട്ടിയത്. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് എന്താണ്? ITCZ കൊടുത്തിട്ടുണ്ട്, എൽനിനോ കൊടുത്തിട്ടുണ്ട്, ലാനിനോ കൊടുത്തിട്ടുണ്ട്, കൊറിയോലിസിസ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സമുദ്ര ഊഷ്മാവ് സാധാരണ നിലയിൽ നിന്നും ഉയരുന്നത്? എൽനിനോ. അതായത് വർഷങ്ങൾ കഴിയുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാലാവസ്ഥയിലുണ്ടാകുന്ന അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ട് ഈ എന്താ പറയുക, മൊത്തം നമ്മുടെ ഈ ഒരു സൗരയൂഥവുമായി ബന്ധപ്പെട്ട പ്രക്രിയയിലുണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് സമുദ്രത്തിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്, കാലാവസ്ഥയിൽ വ്യത്യാസങ്ങൾ വരാറുണ്ട്. ആ ഒരു വ്യത്യാസം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എൽനിനോ എന്ന് വിളിക്കുക. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്ന പ്രോസസ്സാണ് എൽനിനോ. ഇനി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ NCRB എന്നാണ് പറയുക. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ സുരക്ഷിതമായ നഗരം ഏതാണ്? ഇന്ത്യയിലെ സുരക്ഷിതമായ നഗരം കൽക്കട്ടയാണ്. കൽക്കട്ടയാണ് ഇന്ത്യയിലെ സുരക്ഷിതമായ നഗരം. ഓക്കെ, NCRBയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമാണ് കൽക്കട്ട. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻ ക്രൊണൈഡ് ഉപഗ്രഹത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം എന്ന് പറയുന്നത് IRS-1A ആണ്. IRS-1A ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻ ക്രൊണൈഡ് ഉപഗ്രഹം എന്ന് പറയുന്നത്. അടുത്തത്, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക
എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? 2024 ഒരു പരീക്ഷയിൽ കറണ്ട് അഫയേഴ്സിൽ നിന്നും ചോദിച്ച ചോദ്യമാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഇവിടെ 4 പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. PM കുസും യോജന എന്ന്, PM സൗഭാഗ്യ യോജന, അതുപോലെ ഉജ്ജ്വല യോജന, ആശാ യോജന. ഉത്തരം എന്ന് പറയുന്നത് PM ആശാ യോജനയാണ്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഇപ്പോഴത്തെ UPSCയുടെ ചെയർമാൻ ആരാണ്? ഇപ്പോൾ നിലവിൽ UPSCയുടെ ചെയർമാൻ ആരാണ്? പ്രീതി സുദാനാണോ? ഡോക്ടർ അജയ് കുമാർ, സുമൻ ശർമ്മ, അരവിന്ദ് സക്സേന? ആരാണ്? ഡോക്ടർ അജയ് കുമാറാണ് നിലവിലെ UPSCയുടെ ചെയർമാൻ. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. അടുത്തിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ ഏതാണ്? അടുത്തിടെ ചൈനയിൽ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധയുടെ പേര് H1N2 ആണോ, H9N2 ആണോ, അതുപോലെ തന്നെ വാരിയോള വൈറസ് ആണോ, റൂബിയോള വൈറസ് ആണോ? ഏത് വൈറസാണ് ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയത്? ചൈനയിലെ കുട്ടികളിൽ ഈയിടെയായി കണ്ടെത്തിയ വൈറസ് ബാധയുടെ പേരാണ് H9N2. H9N2 ആണ് ഈയിടെ ചൈനയിലെ കുട്ടികളിൽ കണ്ടെത്തിയ വൈറസ് ബാധ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജസ്റ്റിസ് ഫാത്തിമ ബീവിയെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1988 സുപ്രീം കോടതിയുടെ ആദ്യത്തെ വനിതാ ജഡ്ജിയായി എന്നത് ശരിയാണോ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളി വനിത, കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി, അന്തരിക്കുന്നത് 2023 നവംബർ 22-നാണ്. ഇതിനകത്ത് ശരിയായ പ്രസ്താവനകൾ 2 എണ്ണമാണ്. ഒന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യത്തെ മലയാളി വനിത എന്നതും കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ മുസ്ലിം വനിതാ ജഡ്ജി എന്ന് പറയുന്നതും ശരിയായ പ്രസ്താവനകളാണ്. ബാക്കി 2ഉം തെറ്റായ പ്രസ്താവനകളാണ്. 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമാകുന്നത് ഒരു ചുഴലിക്കാറ്റാണ്. അത് ഏതാണ്? ആസാനി ആണോ, മാൻഡസ് ആണോ, മിഷോങ് ആണോ, യാസ് ആണോ? ഏത് ചുഴലിക്കാറ്റാണ് 2023 ഡിസംബറിൽ ചെന്നൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിന് കാരണമായത്? ഉത്തരം മിഷോങ് എന്ന് പറയുന്ന ഒരു ചുഴലിക്കാറ്റാണ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്രമായ പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം സ്പെക്ട്രം എന്നാണ്. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരാണ് സ്പെക്ട്രം. മാതാപിതാക്കൾ 2 പേരും അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തികമായി പരാധീനത അനുഭവപ്പെടുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് എന്താണ്? താലോലം, സ്നേഹപൂർവ്വം, സ്നേഹസാന്ത്വനം, സ്നേഹസ്പർശം. ഏതാണ് ഉത്തരം എന്ന് ചോദിച്ചാൽ സ്നേഹപൂർവ്വം. നമ്മൾ നേരത്തെ സ്പർശം നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? അതായത് വിവാഹിതരാകാത്ത മാതാപിതാക്കളുടെ അതുമായി ബന്ധപ്പെട്ട് അത് സ്നേഹസ്പർശമാണ്. എന്നാൽ ഇത് സ്നേഹപൂർവമാണ്. മാതാപിതാക്കളിൽ 2 പേരും മരണപ്പെട്ടു അല്ലെങ്കിൽ ഒരാൾ മരണപ്പെട്ട അങ്ങനെയുള്ള അവരുടെ കുടുംബത്തിലെ കുട്ടികൾ അവരെ കുടുംബത്തിലുള്ള ആൾക്കാരുടെ വീട്ടിൽ നിന്ന് പഠിക്കാം. അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ. പ്രതിമാസം അതിന് ഇത്ര രൂപ കൊടുക്കുന്നുണ്ട്. അതാണ് സ്നേഹപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി. അതേപോലെ 2024 ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി നിയമത്തിന് പറയുന്ന പേര് എന്താണ്? അപ്പോൾ ലോക്സഭയിലും അതുപോലെ തന്നെ സംസ്ഥാന നിയമസഭകളിലും 1/3 സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106-ാം ഭേദഗതി അമെൻമെന്റ് നിയമത്തിന് കൊടുത്തിരിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ്. നാരി ശക്തി വന്ദൻ അധിനിയം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. ഇനി സപ്തർഷി എന്ന പദം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സപ്തർഷി എന്ന് പറയുന്ന ഒരു പദം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ചരിത്രവുമായിട്ടാണോ, 2023-24 യൂണിയൻ ബജറ്റുമായിട്ടാണോ, ഇന്ത്യൻ നേവിയുമായിട്ടാണോ, സാർക്ക് രാജ്യങ്ങളുമായിട്ടാണോ?
ഉത്തരം 2023-24 യൂണിയൻ ബജറ്റുമായി ബന്ധപ്പെട്ട പദമാണ് സപ്തർഷി എന്ന് പറയുന്ന പദം. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ പേരെന്താണ്? ഇതും 2024 ചോദിച്ച ചോദ്യമാണ്. ഉത്തരം ഹീരാലാൽ സമരിയ. ഹീരാലാൽ സമരിയ. ഇതെല്ലാം അപ്ഡേറ്റ് നമ്മൾ ചെറിയ ചേഞ്ച് ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള വിവരാവകാശ കമ്മീഷൻ, ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്, കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടത്, ഇതെല്ലാം പഠിക്കണം കേട്ടോ. നിയമനങ്ങൾ സുന്ദരമായി പഠിച്ചിട്ട് വേണം പോകാൻ. അതേപോലെ പുരസ്കാരങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. അതേപോലെ നൊബേൽ സമ്മാനം സെറ്റായിട്ട് പഠിക്കണം. 2 വർഷത്തെങ്കിലും മിനിമം പഠിക്കണം. ഏറ്റവും പ്രധാനമായി നടക്കുന്ന IPL, ഇപ്പോൾ IPL നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പഠിക്കണം. IPL നിലവിലതും അതിൻ്റെ ഒരു ചരിത്രമുണ്ടല്ലോ, ഏത് വർഷമാണ് IPL ആരംഭിച്ചത്, അതൊക്കെ കറണ്ട് അഫേഴ്സിൽ നിന്ന് പഠിച്ചിട്ട് പോകേണ്ട കാര്യങ്ങളാണ്. അതുപോലെ ബ്യൂട്ടി കോൺടെസ്റ്റുകളെല്ലാം തന്നെ മിസ് യൂണിവേഴ്സ്, മിസ്റ്റർ ഇങ്ങനെയൊക്കെയുള്ള മിസ് യൂണിവേഴ്സ്, മിസ് കേരള എന്നൊക്കെ പറഞ്ഞ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ നമ്മളൊന്ന് നന്നായിട്ട് നോക്കിയിട്ട് പോകണം. പ്രധാനപ്പെട്ട രചനകൾ നോക്കണം. ഇതാണ് എല്ലാ വർഷവും, ഇത് ഒരു ബേസിക്കാണ് കറണ്ട് അഫേഴ്സ്. ഇത് അറിഞ്ഞുകൂടാതെ ഒരിക്കലും കറണ്ട് അഫേഴ്സ് അറിയാമെന്ന് നമ്മൾ അവകാശപ്പെടുകയോ പരീക്ഷയ്ക്ക് പോവുകയോ ചെയ്ത്. കാരണം ഇപ്പം നമ്മൾ കുറേ ക്വസ്റ്റ്യൻ നോക്കുന്നത് എന്തിനാ? ഇത് ആവർത്തിക്കും എന്നൊരു പ്രതീക്ഷ, അത് കറക്റ്റാണ്. ഇത് വീണ്ടും ആവർത്തിക്കും. ഇപ്പം നമ്മുടെ കറണ്ട് വർഷവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ ചോദ്യങ്ങൾ അവർ വീണ്ടും ചോദിക്കും. അപ്പം ഇതൊരു 2-3 വർഷത്തെ കറണ്ട് അഫയേഴ്സിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്താൽ തന്നെ എന്താണ് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ചോദിക്കുന്നതെന്ന് വ്യക്തമായി നമുക്കൊരു ധാരണ കിട്ടും എന്നുള്ളതാണ്. ഇത് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾ നിർബന്ധമായും എക്സ്ക്ലൂസീവ് കറണ്ട് അഫയർ കാണണം. കാരണം ഞാനത് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഏകദേശം ഒരു 250ഓളം ഫാക്റ്റ് ഉണ്ട്, ഓൾമോസ്റ്റ് ഉണ്ട്. അതൊരു 3 മണിക്കൂറിനും 2.5 മണിക്കൂറിനകത്താണ് എക്സ്ക്ലൂസീവ് കറണ്ട് അഫയേഴ്സ്. ഈ എക്സ്ക്ലൂസീവ് കറണ്ട് അഫയേഴ്സിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആ എക്സ്ക്ലൂസീവ് കറണ്ട് അഫയർ എന്ന് പറഞ്ഞ് 1, 2, 3, 4 4 പാർട്ടും നിർബന്ധമായും ഇന്ന് തന്നെ കാണണം. അതിൻ്റെ നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് ഹാജാസ് ക്ലാസ്സസ് എന്ന് തന്നെയാണ്. അതിൻ്റെ ലിങ്കും കൂടി താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആകുവാൻ വേണ്ടി കൂട്ടിച്ചേർത്ത വില്ലേജ് ഏതാണ്? ഇടുക്കിയാണ് ഇപ്പോൾ നിലവിൽ ഏറ്റവും വലിയ ജില്ല. അതാകാൻ വേണ്ടിയിട്ട് കൂട്ടിച്ചേർത്ത ഒരു വില്ലേജ് ഏത് വില്ലേജ് ആണെന്ന് വെച്ചാൽ ഇടമലക്കുടി. ഇടമലക്കുടി കൂടി കൂട്ടിച്ചേർത്തപ്പോഴാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആയത്. ഇനി ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? ഏഷ്യൻ ഗെയിംസ് നടക്കുന്ന സമയത്ത് അതിൻ്റെ മെഡൽ നില നമ്മൾ കാണണമായിരുന്നു. ഇപ്പോൾ 2025 അതൊരു വിഷയമല്ല എങ്കിലും 2023 അപ്പോഴാ ഒരു 2024 പരീക്ഷയ്ക്കാണ് ചോദിച്ചത്. അപ്പോൾ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഏഷ്യൻ ഗെയിംസ് നടന്നു. ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡൽ നില നമ്മൾ ശ്രദ്ധിച്ചോ? ഇന്ത്യയുടെ മെഡൽ നില നമ്മൾ ശ്രദ്ധിച്ചോ എന്നതാണ് ചോദ്യം. 28 സ്വർണ്ണമാണ്. അപ്പോൾ 28 സ്വർണ്ണത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഏതാണ് ഉത്തരം കേട്ടോ? 28 സ്വർണ്ണം. അവിടെ വെള്ളിയും വെങ്കലവും ഒന്നും ഓർമ്മിച്ചില്ലെങ്കിലും നമുക്ക് കൃത്യമായ ഉത്തരം കിട്ടും. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല ഏതാന്ന് ചോദിച്ചാൽ വിശ്വഭാരതി സർവകലാശാല. വിശ്വഭാരതി സർവകലാശാലയാണ് ശരിയായ ഉത്തരം. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡലാണ് കിട്ടിയത്? ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? ഉത്തരം 107 മെഡലുകളാണ് ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ചത്. അടുത്തത് നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? നീതി ആയോഗിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ പേരാണ് സുബ്രഹ്മണ്യൻ. BVR സുബ്രഹ്മണ്യൻ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ, അത് ഭയങ്കര ചോദ്യമാണ് കേട്ടോ. താലിബാൻ കൊന്നുകളഞ്ഞ ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ പേര് എന്താണ് എന്നുള്ളത്? ഉത്തരം ഡാനിഷ് സിദ്ദിഖിയാണ്. താലിബാൻ കൊന്ന ഇന്ത്യൻ ജേർണലിസ്റ്റിൻ്റെ പേരെന്താണ്? ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റിൻ്റെ പേരാണ് ഡാനിഷ് സിദ്ദിഖി. എന്നാൽ 2023 നൊബേൽ സമ്മാന ജേതാക്കളുടെ ശരിയായ ജോഡി കണ്ടെത്തുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ചോദ്യം കിട്ടണമെന്നുണ്ടെങ്കിൽ നൊബേൽ സമ്മാനം നമ്മൾ അരച്ച് കലക്കി പഠിച്ചേ പറ്റുള്ളൂ. അരച്ച് കലക്കി പഠിച്ചില്ലെങ്കിൽ നമുക്ക് നൊബേൽ സമ്മാനം ബാലികേറ മല തന്നെയായിരിക്കും. വ്യക്തമായിട്ട് അത് പഠിക്കണം. ഇവിടെ 1, 2, 3 ആണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ പഠിച്ചാലേ പറ്റുള്ളൂ. ഇനി 2024 വേൾഡ് ഹാപ്പിനെസ്
ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള അതിൻ്റെ അങ്ങനെ ഒരു ലിസ്റ്റ് എടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഫിൻലാൻഡാണ്. നമ്മുടെ രാജ്യത്ത് വലിയ സന്തോഷമൊന്നും ഇല്ല. 2024 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്നത് ഫിൻലാൻഡാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ക്ലാസ്സിലൂടെ 2024 വിവിധ പരീക്ഷകളിൽ ചോദിച്ച 50 കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇനിയും കറണ്ട് അഫയേഴ്സ് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹാജാസ് ക്ലാസ്സസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യും. അതും നിങ്ങൾ കാണണം. ഈ പറയുന്നതും ഈ പറയുന്ന എന്താണ് എക്സ്ക്ലൂസീവ് കറണ്ട് അഫെയറും നിങ്ങൾക്ക് കൂടുതൽ ഗുണപ്രദമാകും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെ ഹാജാസ് ക്ലാസ്സസിൻ്റെ ഷോർട്സുകളെല്ലാം നിങ്ങൾ കാണുക. ഈ ഓരോ ഷോർട്സിലും നല്ല കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളതിൻ്റെ പഴയ ക്ലാസ്സുകൾ സയൻസ് സമ്പൂർണ്ണമായും നമ്മുടെ ചാനലിലും മാത്സിൻ്റെയും ചാപ്റ്റർ വൈസ് പോർഷനെല്ലാം നമ്മുടെ ചാനലിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാത്തതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് നമ്മുടെ വ്യൂസൊക്കെ ഇത്തിരി കുറഞ്ഞു പോയത്. ഇനി നമുക്കതങ്ങനെ ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ഒരു കമൻറ്റ് ഇടണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.